കഴിഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ കാലത്ത് കാലവർഷക്കെടുതിയിൽ ദുരിതമനുഭവിച്ച കർഷകർക്ക് കൊടുക്കാനുള്ള തുക കെട്ടിക്കിടക്കുകയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അത് ഉടൻ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ മലയോര പ്രദേശമായ കാവിലും പാറയിൽ കർഷകരെ സന്ദർശിച്ച് മടങ്ങുന്നതിനിടെ ദൂരദർശനോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അത് ചെറിയ അളവിലല്ല, MLA-യുമായി സംസാരിച്ചു, ഇന്ന് അവിടെയുള്ള കർഷകരുമായി സംസാരിച്ചു, കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചു. അവിടെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളിൽ മുഴുവൻ തീരുമാനമെടുക്കുകയും ശുപാർശ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ തീരുമാനിച്ചു. ഒരു പ്രധാനപ്പെട്ട കാര്യം, 2021 മുതൽ SDRF-മായി പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കാനുള്ളതായിരിക്കുന്ന ഫണ്ടുകൾ മുഴുവൻ പെൻഡിംഗ് ആയി കിടക്കുകയാണ്. അപ്പൊ അത് അടിയന്തരമായി ഡിസ്പേഴ്സ് ചെയ്യണം. ഇപ്പോ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അതിൽ വേണ്ടത്ര ശ്രദ്ധ ഉണ്ടായിട്ടില്ല. അത് അടിയന്തരമായി ക്രമീകരിച്ചു കൊടുക്കാനുള്ള നടപടിയെടുക്കും. 2, ഒരു ഗ്രാമ്പൂ ചെടി, ആ ചെടി അതിന്റെ ഈൽഡ് തരണമെങ്കിൽ ഒരു 3, 4, 5 വർഷം കൊണ്ട് നല്ല ഈൽഡിലേക്ക് വരും. അത് 100-120 വർഷം പഴക്കം വരും. അത്രയും കാലം അതിന്റെ ഈൽഡ് കിട്ടും ഒരു ഗ്രാമ്പൂ ചെടി. ജാതിയാണെങ്കിൽ അത് 200 വർഷത്തിലധികം വരും. പക്ഷേ ഈ ചുഴലിക്കാറ്റിൽ 100 കണക്കിന് ഗ്രാമ്പൂ ജാതി ചെടികൾ ഉൾപ്പെടെ കൊക്ക, വാഴ, അതുപോലെ കവുങ്ങ്, തെങ്ങ്, ഇതൊക്കെ നഷ്ടപ്പെടുന്ന ഗുരുതരമായിട്ടുള്ള സാഹചര്യം ഉണ്ടായി. എല്ലാത്തിനും ഇൻഷുറൻസ് സ്കീമില്ല. അപ്പം PM ഫസൽ ബീമ യോജനയുമായി കണക്ട് ചെയ്യാൻ ആവശ്യമായ നടപടികൾ, അതിൽ സെൻട്രൽ ഗവൺമെന്റ് ഒരു അംഗീകാരം വേണം, സ്റ്റേറ്റ് ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കണം. ആ നോട്ടിഫിക്കേഷൻ ഇറക്കാനുള്ള നടപടിയെടുക്കും. ഈ കർഷകർക്ക് മുഴുവൻ ഞാനതിൽ റിപ്പോർട്ട് കിട്ടിയ ഉടനെ തന്നെ സ്പെഷ്യൽ ഡ്രൈവ് വേണം എന്നാവശ്യപ്പെട്ടു. അവിടെ കണക്ടിവിറ്റിയുടെ പ്രശ്നമുണ്ട്. അപ്പൊ കണക്ടിവിറ്റി പ്രശ്നം പരിഹരിക്കാൻ ഒരു ടീം ഓഫ് അഗ്രികൾച്ചറൽ ഓഫീസേഴ്സിന്റെ ഒരു ടീമിനെ ഉണ്ടാക്കി വീട് വീടാന്തരം കയറി ഇറങ്ങി ഇതിന്റെ അപ്ലോഡിങ്ങിന് ആവശ്യമായ നടപടികൾക്ക് ഡയറക്ഷൻ കൊടുത്തു. മാത്രമല്ല 10 ദിവസം അഡീഷണലായി ഇവർക്ക് അഡീഷണലായി കൊടുത്തിരിക്കുകയാണ്. അതിനിടയിൽ ഇത് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി കൂടിയാലോചിച്ച് ഈ തൈകൾ നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും സൗജന്യമായി തൈകൾ നടാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും ഡിപ്പാർട്ട്മെന്റ് കൃഷി വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്.